എവിടെ പോകുന്നു? തമ്പോപ്പള്ളിയിലല്ല ഗൈസ്, ഞങ്ങൾക്ക് ഇന്ന് കല്യാണമാണ്. എന്റെ വ്ലോഗ് കാണുന്നവർക്കറിയാം, എൻഗേജ്മെന്റിന് പോയിട്ടുണ്ടായിരുന്നു തുമ്പോളിയിലെ മാച്ചു. അപ്പോൾ അവരുടെ കല്യാണമാണെന്ന്, സിലുവിന്റെയും ജിനുവിന്റെയും. അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് റെഡിയായി. നമുക്ക് പോവാം. ചേച്ചിയുടെ മക്കളാണ്. അവർ പെരുന്നാളായിട്ട് നമ്മുടെ അർത്തിങ്കപ്പള്ളി ഇട്ടാൻ പെരുന്നാളാണ്, പെരുന്നാളായിട്ട് വന്നതാണ്. ഹായ് ഹായ് പറ. ഓക്കെ, ജിനു ചേട്ടൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ജിനുവിനെ കാണട്ടെ. ഇസാക്കിനെടുത്തു ജിനു. ഹലോ ഹായ് ടാറ്റാ ടാറ്റാ ബൈ ബൈ സീ യു. അപ്പൊ കല്യാണത്തിന്റെ വിശേഷങ്ങൾ വ്ലോഗിൽ കാണിക്കാം. ഓക്കെ, ചെറുക്കൻ്റെ ഇടവകയിലായിരുന്നു കേട്ടോ കല്യാണം. ചെട്ടിക്കാടുള്ള മരിയകുരത്തി പള്ളിയാണ് അവരുടെ ഇടവക പള്ളിയാണ്. അവിടെ വെച്ചിട്ടായിരുന്നു കല്യാണ കുർബാന നടന്നിരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ. ദൈവമേ, പ്രസാദവരത്തിന്റെ അടയാളമായ ഒരു മന്ത്രത്തോടെ ദേഹപൂർവ്വം ശ്രദ്ധിക്കണമേ. ഞാൻ അവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിന്റെ വസ്ത്രമായ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വയത്തിലും മഹിമയുടെ വസ്ത്രമണിയുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തുവിന്റെ ഈ പള്ളി പണിതിട്ട് അധിക വർഷമൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു 1-2 വർഷം ആയോ എന്നൊരു സംശയമുണ്ട്. ഭയങ്കര മനോഹരമാണ് ഈ പള്ളി. പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. അവിടെ താലികെട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പള്ളിയുടെ ഓരോ വ്യൂസും ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ ഫോണിലെടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. എവിടെ തിരിഞ്ഞാലും നമുക്ക് നല്ല വ്യൂ ആണ് പള്ളിയിൽ നിന്ന് കിട്ടുന്നത്. ഓടി നടന്നൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഒന്നും ഇതിനകത്ത് ഇടുന്നില്ല. അപ്പോൾ കല്യാണം കെട്ട് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കാഴ്ചവെപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും പുറകോട്ടേക്ക് വരുന്നതാണ്. ഇസാക്ക് പള്ളിയുടെ അകത്ത് മുഴുവനും ഓടി നടക്കുമായിരുന്നു. അൽത്താരയുടെ ആ ഭാഗം വരെ ഇസാക്ക് ഓടി നടന്ന് കളിക്കുമായിരുന്നു. ഇസാക്കിൻ്റെ പുറകെ ജിനുവും പോകുന്നുണ്ട്. കുർബാന സ്വീകരണമാണ് കേട്ടോ ഇപ്പം നടക്കുന്നത്. ജിനു അപ്പോൾ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ പോയിട്ട് വിളിക്കുന്നുണ്ട്, എന്താ വരുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അൽത്താരയുടെ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ. പിന്നെ നമ്മളുടെ കുറേ റിലേറ്റീവ്സിനെ അപ്പോൾ കാണാൻ പറ്റി കേട്ടോ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കാണുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണത്തിനാണോ ലാസ്റ്റ് കണ്ടതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അമ്മയുടെ റിലേറ്റീവ്സാണ് ഇതെല്ലാം. ഇത് അമ്മയുടെ അമ്മാവന്മാരായിട്ടൊക്കെ വരും. അമ്മാവന്മാരും അവരുടെ വൈഫും ഒക്കെയാണ് നിൽക്കുന്നത്. അമ്മാമ്മയുടെ അതായത് അമ്മയുടെ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്തു. ഒത്തിരി സന്തോഷമായി. കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടത് കാരണം നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒത്തിരി മാറി മാറി എടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പിന്നെ നമ്മൾ പിരിഞ്ഞത്.
ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഓഡിറ്റോറിയത്തിന് വെളിയിലുള്ള എല്ലാവരും ദയവ് ചെയ്ത് ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചിനു കുര്യൻ, ആലപ്പുഴ ചെട്ടിക്കാട് പള്ളിപ്പറമ്പിൽ ശ്രീ ജോസഫിന്റെയും ശ്രീമതി ത്രേസ്യാമ്മയുടെയും മകനാണ്. ജിനു ട്രിവാൻഡ്രം PWDയിൽ വർക്ക് ചെയ്യുന്നു. സിലു, ആലപ്പുഴ തുമ്പോളി പാവക്കാട്ട് ശ്രീ സെലസ്റ്റിന്റെയും ശ്രീമതി ലില്ലിയുടെയും മകളാണ്. സിലു ട്രിവാൻഡ്രത്ത് തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. വിവാഹം എന്നത് അല്ല, തീർന്നില്ല. അല്ല, ഇനിയോ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയും. എന്നെ തൊഴിൽ ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണം. ഫുഡൊക്കെ കഴിച്ച ശേഷം ഞാനും ഇസാക്കും ജീനും ഒക്കെ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുവാണ്. ഒട്ടുമിക്കവരും ഒക്കെ കഴിച്ചിട്ട് പോയിട്ടോ. ഫുഡിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ ഒത്തില്ലായിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പവും കറിയും ചോറും അങ്ങനെയുള്ള ഡിന്നർ ഇതായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങളൊരു ക്ഷീണം കാരണം ഞങ്ങൾ പുറത്തെ കടയിൽ പോയി സോഡാ നാരങ്ങ, നല്ല തണുത്ത ഉപ്പിട്ട സോഡാ നാരങ്ങ വാങ്ങിച്ച് കുടിച്ചു. അപ്പോൾ നല്ലൊരു ആശ്വാസമായി. ഞങ്ങൾ എവിടെ പുറത്തിറങ്ങിയാലും ഞങ്ങളുടെ സ്ഥിരം സാധനമാണ് ഉപ്പ് സോഡാ നാരങ്ങ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും മന്ത്രകൊടിയൊക്കെ കൊടുത്തു കേട്ടോ പെണ്ണ്. അത് കഴിഞ്ഞിട്ട് അവർ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി ചെറുക്കൻ്റെ വീട്ടിലേക്ക് നമ്മൾ പെണ്ണിനെ ആക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിനായിട്ട് പോവുകയാണ് നമ്മൾ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഓക്കെ, ബൈ.